പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നു. കോർപ്പറേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് കെട്ടിടം പൊളിക്കുന്നത്. ശ്യാമപ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, കഴിഞ്ഞ ദിവസമാണ് മേയർ വി രാജേഷ് അവിടെ എത്തിയത്. അനധികൃത ഗുണ്ടാ പിരിവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നിലപാടുകൾ അദ്ദേഹം അവിടുത്തെ തൊഴിലാളികളെ അറിയിച്ചു. ഇപ്പോൾ മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന നിർണായക നടപടികളിലേക്ക് കോർപ്പറേഷൻ കടക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്? എത്ര കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ പൊളിക്കുന്നത്? ശ്യാം. പാളയം മാർക്കറ്റിനോട് ചേർന്ന് പിൻഭാഗത്തുള്ള കെട്ടിടങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. നഗരസഭ കോർപ്പറേഷനിലെ ഹെൽത്ത് സ്ക്വാഡ് സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ജീവനക്കാരും ചേർന്നാണ് ഇവിടെ നിന്ന് ആദ്യം ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയും ഇവിടെ കൂടുതൽ അറിവ് മാലിന്യശാലകളും അതോടൊപ്പമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ പൊളിച്ചു നീക്കുന്നതാണ് തുടക്കത്തിൽ ചെയ്യുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കോർപ്പറേഷൻ പ്രത്യേക രൂപകൽപ്പനയോടുകൂടി ചെയ്ത കെട്ടിടങ്ങൾക്ക് സമീപം തന്നെ നിലവിൽ തകരശേഷികളെല്ലാം കൊണ്ട് തന്നെ പ്രത്യേകം അനധികൃതമായ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഇവിടെയായിരുന്നു കച്ചവടം നടത്തി വന്നിരുന്നത്. ഈ കച്ചവടശാലകളും വാണിജ്യ സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. നിരവധി വ്യാപാര കേന്ദ്രങ്ങളാണ് ഈ അനധികൃതമായി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പൊളിച്ചു നീക്കുന്ന നടപടികളാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കോർപ്പറേഷനിലെ സ്പെഷ്യൽ സ്ക്വാഡ് അടക്കമുള്ള ജീവനക്കാരാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ സന്ദർശിക്കുകയും അനധികൃത കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കെടുപ്പുകൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം അതിന് പിന്നാലെയാണ് ഇന്ന് ഈ നടപടികളുമായിട്ട് പ്രത്യേക സ്പെഷ്യൽ സ്ക്വാഡ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അറിവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ മാറ്റി ആ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീങ്ങുകയും അവിടെ നിന്നുള്ള സാധന സാമഗ്രികളെല്ലാം മാറ്റുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കോർപ്പറേഷന്റെ വണ്ടിയിലേക്ക് ഈ സാധനങ്ങൾ മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്യാം, വിവരങ്ങൾ വ്യക്തമാണ്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് കെട്ടിടം പൊളിക്കുന്നത്. ശ്യാം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ടല്ലോ. ഒരു വ്യക്തമായ സന്ദേശമാണ് തിരുവനന്തപുരത്തെ മേയർ നൽകുന്നത്. ഇനി തലസ്ഥാനത്ത് ഒരു അനധികൃത കെട്ടിടങ്ങളും പൊങ്ങില്ല, ഒരു അനധികൃത കയ്യേറ്റവും വെച്ചു പൊറപ്പിക്കില്ല. ഒരു ബുൾഡോസർ തന്ത്രമായി തന്നെ വി രാജേഷിന്റെ ബുൾഡോസർ തന്ത്രമായി തന്നെ ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ലേ ശ്യാം? ഇതാണ് മേയർ, ഇതാകണം മേയർ എന്ന് പലതവണ ജനം TV പറഞ്ഞിട്ടുള്ളതാണ്. ആവർത്തിക്കുകയാണ് വീണ്ടും. വി രാജേഷ് എന്ന ശക്തനായ മേയറിന്റെ യഥാർത്ഥ മുഖമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അനധികൃതമായ കെട്ടിടങ്ങളാണ് ഇപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്നും പൊളിച്ചു നീക്കുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി ഈ പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് ഗുണ്ടാ പിരിവുകളുടെ ഒരു ഇടമായി മാറിയ കാഴ്ചയാണ്. അവിടെ അനധികൃത കെട്ടിടങ്ങൾ, അറവുശാലകൾ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരിടം തന്നെയാണ്. ഇപ്പോൾ ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, വി രാജേഷിന്റെ ഒരു ബുൾഡോസർ തന്ത്രമായി തന്നെ, അതായത് ഈ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള ബുൾഡോസർ തന്ത്രമാണോ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പയറ്റുന്നത്? ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇതൊരു ബുൾഡോസർ തന്ത്രമല്ല. പ്രധാനമായും നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ അനധികൃതമായ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെ നേരത്തെ തന്നെ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ കണ്ടെത്തിയിരുന്നു. പ്രധാനമായും കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളോട് ചേർന്ന് അനധികൃതമായി തകരശീറ്റുകൾ കൊണ്ട് ഉള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും മുൻ ഭരണസമിതി കൂടിയായ LDF ഭരണസമിതി ഇത്തരത്തിൽ പിരിവടക്കം ഈ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുകയും ചെയ്ത് അങ്ങനെ പ്രവർത്തിച്ചു വന്ന അനധികൃത കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ JCB കൊണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങളുടെ സാധന സാമഗ്രികൾ മാറ്റുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ നിന്ന് അറിവ് ശാലകളാണ് കൂടുതലായും പ്രവർത്തിച്ചിരുന്നത്. ഫിഷ് സ്റ്റാൾ, ബീഫ് അടക്കമുള്ള സ്റ്റാളുകളുണ്ട്. ഈ സ്റ്റാളുകളെല്ലാം തന്നെയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ കാണുന്ന ഈ ആദ്യ കെട്ടിടത്തിനോട് ചേർന്നുള്ള ചില അനധികൃത കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുക. പിന്നീട് വരും ദിവസങ്ങളിൽ മറ്റ് കെട്ടിടങ്ങൾ കൂടി അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള മറ്റ് കെട്ടിടങ്ങൾ കൂടി പൊളിച്ചു നീക്കുകയും ചെയ്യും. എന്തായാലും ഇതിന്റെ നടപടികളുമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുകയായിരുന്നു. ഇന്ന് അവധി ദിനമാണ്. അഘട്ടത്തിലാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി നിലവിൽ പ്രത്യേക സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഇത് പൊളിച്ചു നീക്കുന്ന നടപടികളെല്ലാം തന്നെ ആരംഭിച്ചത്. ജീവനക്കാരുടെ ഒരു വലിയ സംഘം തന്നെയുണ്ട്. അവർ ഇവിടെ നിന്ന് ഇത്തരത്തിൽ പൊളിച്ചു മാറ്റുന്ന നടപടികളെല്ലാം തന്നെ നടക്കുകയാണ്. അനധികൃത നിർമ്മാണമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് കച്ചവടക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. തുടർന്നാണ് ഇന്ന് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ഈ ഒരു അനധികൃത നിർമ്മാണം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലേക്ക് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ കടക്കുകയും ചെയ്ത് ഹെൽത്ത് സ്ക്വാഡും ഒപ്പം തന്നെ കോർപ്പറേഷനിലെ ജീവനക്കാരെല്ലാം തന്നെ ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ മറ്റ് സംഘർഷ സാധ്യതകളോ മറ്റെന്തെങ്കിലും വാക്കുതർക്കങ്ങളോ ഉണ്ടാകാൻ തിരിക്കാനായിട്ടുള്ള ക്രമസമാധാന ചുമതലയ്ക്കായി പോലീസും ഇവിടെ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും
കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ നടപടികൾ പുരോഗമിക്കുമ്പോഴും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രകോപനപരമായ നീക്കങ്ങളൊന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ മേയർ വി വി രാജേഷ് അടക്കമുള്ള സംഘം ഇവിടെ എത്തി കച്ചവടക്കാരുമായിട്ട് സംസാരിക്കുകയും മറ്റ് അനധികൃത നിർമ്മാണം അടക്കമുള്ള കണ്ടെത്തിയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ പൊളിക്കൽ നടപടികൾ ഈ സമയവും പുരോഗമിക്കുന്നത്. ശ്യാം, വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക തീരുമാനം കൂടിയാണ് ഇപ്പോൾ വി വി രാജേഷ് കൈക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയാണ്. കോർപ്പറേഷനിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് കെട്ടിടം പൊളിക്കുന്നത്. ശ്യാമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തലസ്ഥാനത്തെ കോർപ്പറേഷൻ മേയർ വി വി രാജേഷിന്റെ മറ്റൊരു മുഖം കൂടി കുറെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അതായത് ഈ പമ്പ ടോളുമായി ബന്ധപ്പെട്ട ടോൾ പിരിവ്, അനധികൃത ടോൾ പിരിവിനെതിരെ അദ്ദേഹം JCB ഓടിച്ചുകൊണ്ടാണ് ആ ടോൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പറയുന്നത് ഇവിടെ തലസ്ഥാനത്ത് അനധികൃത കയ്യേറ്റം വെച്ചു ഉറപ്പിക്കില്ല, ഇവിടെ ഒരു അനധികൃത കെട്ടിടങ്ങളും ഇനി ഉയർന്നു പൊങ്ങില്ല, വി വി രാജേഷ് ഇരിക്കുന്നിടത്തോളം കാലം എന്ന് തന്നെയാണ്, ഒരു ബുൾഡോസർ നയമായി തന്നെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ശ്യാമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.